അയ്യോ വിസ്മയ, നിന്നോട് എനിക്ക് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. നീ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. മിനിമം എനിക്കെങ്കിലും മനസ്സിലാവൂ അത്. അയ്യോ, അതൊന്നും വേണമെന്നില്ല. ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വയം ചെറുതാവാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എന്നെ വിട്ടേക്ക്, ഞാൻ പോട്ടെ. നീ ഇതെങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്ക് പോവാ. അപ്പൊ നിനക്ക് ഭക്ഷണം വേണ്ടേ? 2-3 പേർക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് കഴിച്ചിട്ട് പോയാ പോരെ? എനിക്ക് വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. നീ നിൽക്ക്. ഇത് കൊടുത്തിട്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. എനിക്ക് ആ സഹായം വേണ്ടെങ്കിലോ? സഹായം ചെയ്തില്ലെങ്കിലുവേ ഉപദ്രവിക്കാതിരുന്നാ മതി. അതാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം. എടി വിസ്മയ, നീ എന്തിനാണ് ഇങ്ങനെ എന്നോട് ചൂടാവുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ചൂടുള്ളത് കൊണ്ടാ ചൂടാവുന്നേ. എന്താ അതിന്റെ കാരണം നിന്നോട് പറഞ്ഞാലേ പറ്റുള്ളൂ. നിന്നോടൊന്നും ഒരടുപ്പവും കാണിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങോട്ട് ആത്മാർത്ഥത കാണിച്ച തിരിച്ച് മനസ്സിനിട്ട് താങ്ങുന്ന കൂട്ടത്തിലാ നീയൊക്കെ. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ ഒരുത്തിയുടെ പിടിപ്പുകേടാ. ഞാൻ തന്നെ അത് അനുഭവിച്ചേ തീരും. വിസ്മയ, ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു. അല്ല, എന്തിനാണ് ഇപ്പൊ എന്റെ നേരെ ചാടിക്കയറിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, എന്തിനാ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞോളൂ? ആ പറഞ്ഞൊന്നും ചന്തുവിനെയല്ല, എന്നെയാ. എനിക്കത് കൊണ്ടു. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. വിമല എന്താ ലൈന് കിട്ടാത്തത്? ഇനി അവളെന്നെ ബ്ലോക്ക് ചെയ്തതായിരിക്കോ? എന്താടാ, നിനക്കൊന്നും തിന്നേം കുടിക്കൊന്നും വേണ്ടേ? അവളെ വിളിച്ചിട്ടും കിട്ടാത്തതിന്റെ വിഷമായിരിക്കും അല്ലേ? അതെ, അവളെ തന്നെയാ ഞാൻ വിളിച്ചത്. നിങ്ങളുടെയൊക്കെ മനസ്സുപോലെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഓഹോ, ഞങ്ങളുടെയൊക്കെ മനസ്സിന് എന്താണാ ഒരു കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ല. ഒരു കളങ്കമില്ലാത്ത പളുങ്ക് പോലത്തെ മനസ്സല്ലേ അമ്മയുടേത്? അതെ, ഈ വലിയേട്ടൻ അത് എപ്പോഴും പറയും. അതെ, അമ്മയുടെ മനസ്സിന്റെ അതേ ഫോട്ടോ കോപ്പിയാണ് അമ്മാവന്റെ മനസ്സും. രണ്ടാളെ ഒരു നുഖത്തിൽ കെട്ടാം. അത് പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും പറയുമായിരുന്നു, ഞങ്ങൾ രണ്ടാളുടെ ഒരേ മനസ്സാണ്. അതും ഇവനങ്ങ് മനസ്സിലാക്കി കളഞ്ഞു, കൊച്ചു കള്ളൻ. മതി, രണ്ടാളും ചേർന്ന് എന്നെ പരിഹസിക്കുന്നത്. എന്തിന്? എടാ, ആൾക്കാരുടെ മുമ്പിൽ നീ ഒരു പരിഹാസ കഥാപാത്രം ആവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എവിടുന്ന് നിന്നെ പിടിച്ചോണ്ടുവന്നത്. അതാദ്യം നീ മനസ്സിലാക്ക്. നോ, എന്നെ രക്ഷപ്പെടുത്തിയതല്ല, ഒറ്റപ്പെടുത്തിയതാ രണ്ടാളും ചേർന്ന്. ഇന്ന് ഈ സമയം എന്റെ കൂടെ ഈ വീട്ടില് വിമല ഉണ്ടാവേണ്ടതായിരുന്നു. നിങ്ങളാണത് മുടക്കിയത്. ചേടാ, അത് കൊള്ളാം. ആ കുട്ടിക്ക് ഇവിടുത്തെ മരുമകളായി കയറി വരാനുള്ള ഭാഗ്യമില്ല, അത്ര തന്നെ. ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നീ ഇപ്പൊ അവളല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്? അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ. അവളെ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും?
ഫോൺ വിളിച്ചാൽ കിട്ടാതിരിക്കാനുള്ള കൂടോത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി അത് പറയരുത്. കൂടോത്രത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എനിക്ക് പക്ഷേ മനസ്സിലെ കുരുട്ട്, അതിലെനിക്ക് പേടിയുണ്ട്. ഇവിടെ ആർക്കും മനസ്സിൽ കുനിഷ്ടം കുഷ്ടമൊന്നും ഇല്ല. എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് നീ അവളെ വിളിച്ചോണ്ട് വരുന്നതില് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണല്ലോ. ആ വീട്ടുകാര് പറയുന്നതിൽ സുതാര്യത വേണം, അത് അത്യാവശ്യം. ഫോണിൽ പോലും അവളെ ഇപ്പൊ കിട്ടുന്നില്ല. ഇന്ന് അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഞാൻ വിളിച്ചാല് അവൾ വരുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയില്ല. അവള് വന്നില്ലെങ്കിൽ ഒന്നിന് പകരം 100 പെൺകുട്ടികളെ ഞാൻ കാണിച്ചു തരും നിനക്ക്. അവള് മാത്രമല്ലല്ലോ ഈ ഭൂമിയിലുള്ളത്. നിന്നോടും അമ്മയോടും കൂറ് കാണിച്ച് കൂടെ നിൽക്കാൻ പറ്റിയ എത്ര പെൺകുട്ടികൾ വേണം, നീ പറയേ. അതൊന്നും വിമലയ്ക്ക് പകരാവില്ല. അമ്മയും അമ്മാവനും അപ്പോ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കല്യാണം നടക്കുമായിരുന്നു. ശേടാ, വീണ്ടും ഇവൻ പറയുന്നത് എന്താണെന്ന് നോക്ക്. എടാ മോനെ, അവളുടെ സഹോദരൻ മരിച്ചു എന്നറിയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ കല്യാണം നടത്തുന്നത്? വിനയേട്ടൻ മരിച്ചില്ലെന്നും കല്യാണം നടത്താമെന്നും വിസ്മയ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. മുഹൂർത്ത സമയത്ത് ഒരു മുടക്കം വന്നു കഴിഞ്ഞാൽ പിന്നത് നടത്താൻ പാടില്ലെന്ന ശാസ്ത്രം. അങ്ങനെ ഒരു ശാസ്ത്രവും ഇല്ല. വീടിനടുത്ത് കിടന്ന് ഉരുളരുത് നിങ്ങൾ. പണ്ടേ നിങ്ങളെല്ലാം ധിക്കരിച്ച് ഒരു വിസയും സംഘടിപ്പിച്ച് വിമലയും കൊണ്ട് ഗൾഫിലേക്ക് പറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ആവട്ടെ എന്ന് ആഗ്രഹിച്ചു പോയതാ. വീണ്ടും ഞാനത് ആലോചിച്ചുകൂടാന്നില്ല. അപ്പോഴും നിങ്ങൾ ഈ ന്യായം പറഞ്ഞ് വരാൻ നിൽക്കരുത്. ഇപ്പോഴേ പറഞ്ഞില്ലാന്ന് വേണ്ട. എടാ മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. അമ്മയുടെ വലിയേട്ടൻ തന്നെ വിളമ്പി കൊടുത്താൽ മതി. ഒരേ മനസ്സല്ലേ, വയറും ഒരേപോലെ വിശക്കുന്നുണ്ടാവും. വല്യേട്ടന് വിഷമമൊന്നും തോന്നണ്ട കേട്ടോ. കല്യാണം നടക്കാത്തതിന്റെ വിഷമം അവന്. അല്ലെങ്കിൽ മുതിർന്നവരോട് ഇങ്ങനൊന്നും പറയില്ല അവൻ. എനിക്കറിയില്ലേ ഹരീന്ദ്രനെ, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. അവസാനം അവൻ പറഞ്ഞത് കേട്ടപ്പോ ഒരു ടെൻഷൻ. അവളുടെ എങ്ങനെയെങ്കിലും അവന്റെ മനസ്സ് മാറ്റിയെടുക്കണം. വിമലയെ മരുമകളായിട്ട് വേണ്ടാന്ന് മനസ്സുകൊണ്ട് ഞാൻ അന്നേ തീരുമാനിച്ചതാ. പകരം മറ്റൊരാളെ വേണം കണ്ടെത്താൻ. ഇനി എന്തിനു മറ്റൊരാള്? നിനക്കും മോനും പറ്റിയത് എന്റെ ഇളയ മകൾ മാലിനി തന്നെയാണ്. അല്ല, അത് വലിയേട്ടാ. പിന്നെ മണ്ഡപത്തിലെ നമ്മളിത് ധാരണയിലെത്തിയതാ, അത് മറക്കരുത്. കുഞ്ഞായിരുന്നപ്പോൾ നീയും മാലിനി മോളെ ഒക്കത്തെടുത്തുകൊണ്ട് നടന്നതല്ലേ. അവളാകുമ്പോ ഇവിടെ വന്നാൽ മരുമകളായിട്ടല്ല, മകളായിട്ട് നിന്നെ നോക്കിക്കൊള്ളും. പുറത്തു നിന്നുള്ള ഒരു കുട്ടിയല്ലല്ലോ. പിന്നെ കുടുംബ മഹിമയ്ക്ക് ഒരു കുറവുമില്ല. നീ എന്താ ഇനിയും ഒന്നും മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു. എന്താ ആലോചിക്കാൻ? ഒന്നും ആലോചിക്കാനില്ല. എന്റെ മോൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയാൽ ഈ വീട്ടിലേക്ക് വന്നു ചേരുന്ന സ്വത്തിന് കൈയും കണക്കുമുണ്ടാവില്ല. അത് നിനക്കറിയാമല്ലോ. അവള് മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. ഞാനിങ്ങനെ പറയുന്നതല്ലാതെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? അതിപ്പോ വലിയേട്ടാ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയ്. ഇന്നത്തെ കല്യാണം മുടങ്ങിയാൽ ഹരീന്ദ്രനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ. പിന്നെന്താ ഇപ്പൊ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ തുറന്നു പറയണം. താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? എന്റെ മോൾ ഒരു ചെറുക്കന്റെ കൂടെ പോയി പെട്ടെന്ന് തിരിച്ചു പോന്നു. ഇപ്പോൾ ഹരീന്ദ്രന്റെ ആദ്യ വിവാഹം മുടങ്ങിയില്ലേ? അവന് ഇഷ്ടപ്പെട്ട ആ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ നീ ഇനിയും അനുവദിക്കുവോ? ഇല്ല, അത് നടക്കില്ല എന്ന് ഉറപ്പാ. ആ, അതുപോലെ തന്നെയാ ഇതും. മാലിനിയെ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ ഹരീന്ദ്രനും മാലിനിയും തുല്യ അവസ്ഥയിലാണ്. അവരാണ് ഒന്നിക്കേണ്ടത്. ഇനിയെങ്കിലും നീ കൂടി ഒന്ന് തീരുമാനിച്ചാൽ മതി. ശരി, നമുക്ക് ആ വഴിക്ക് ആലോചിക്കാം. വലിയേട്ടൻ അല്പം കൂടി സമയം താ എനിക്ക്. ഇതങ്ങോട്ടൊരു കരക്കെടുക്കുന്ന ലക്ഷണമില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ വല്ല കടുങ്കയും ചെയ്യേണ്ടി വരുമോ?
ചൗധരി അമ്മ വന്നില്ലല്ലോ. ശങ്കുണ്ണി കൂട്ടി ക്ഷേത്രത്തിൽ തൊഴാൻ പോയതല്ലേ? നട അടച്ചിട്ടേ തിരിച്ചു വരൂ. അല്ല, നീ രാവിലെ ഏട്ടത്തിയോട് യാത്ര പറഞ്ഞതല്ലേ? യാത്ര പറഞ്ഞു. പിന്നെ നേരത്തെ എനിക്ക് അനുഗ്രഹമൊക്കെ തന്നതാ. പക്ഷെ ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ചോദിക്കായിരുന്നു. നിന്റെ യാത്രയ്ക്കൊരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ കുങ്കുമാഭിഷേകം നടത്തി പ്രാർത്ഥിക്കാൻ പോയതാ. ഇനിയും കുറച്ച് സമയം എടുക്കും. അതെ, നീ പൊയ്ക്കോ, സമയം കളയണ്ട. ശരി. കേറ്. ഡോക്ടർ വിസ്മയം കൊണ്ട് എന്തിനാ വന്നത്? അവരെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ? എന്ത് കുന്ത്രാണ്ടത്തിനാകട്ടെ, നീ ഉടനെ അജിയെ കൊണ്ട് പോകാൻ നോക്ക്. ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അജയ്, നീ കാറ് കയറ്, പോവാം നമുക്ക്. അജയ് ഘോഷിനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അയ്യോ, അതൊക്കെ പിന്നെ. അജയ്, നീ ലേറ്റ് ആവണ്ട, പോവാൻ നോക്ക്. അതെ ഡോക്ടർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി ലേറ്റ് ആയാലേ ഫ്ലൈറ്റ് മിസ്സാവും. നീ ചെന്ന് കയറ്. ഇതാരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. വിസ്മയ, എന്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? എന്ത് ടെൻഷൻ? പിന്നെ മോൻ US-ലേക്ക് പോകുന്നതിന്റെ ടെൻഷനായിരിക്കും. നിങ്ങൾ വാ, അകത്തേക്ക് കയറിയിരിക്കാം. വാ. നീ വാ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നിങ്ങളിരിക്കെ. കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. നിന്നോട് കുറച്ചു കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. അതിനാ ഇവളെ കൂട്ടിയതും. എന്താ അന്ന, നീ എന്താ ഇത്ര ബിൽഡപ്പ് ഒക്കെ ഇട്ട് സംസാരിക്കുന്നത്? കാര്യമുണ്ട്. ഈ വിസ്മയെ പണ്ട് നിനക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാനാണ്. നിനക്ക് ഓർമ്മ കാണും. ഓർമ്മയുണ്ട്. നീ കാര്യം പറ. ഇവളെനിക്ക് എന്റെ റെബേക്കയെ പോലെയാണെന്ന് നിനക്കറിയാം. അതാണ് ഞാൻ പോലും അറിയാതെ നീ ശിവനും കൂടി ഇവളെ വാടകയ്ക്കെടുത്തതല്ലേ? ഞാൻ ഡോക്ടറമ്മയോട് എല്ലാം പറഞ്ഞു. പറയേണ്ടി വന്നു എനിക്ക്. പറഞ്ഞത് കുറച്ച് ലേറ്റായി പോയെന്ന് മാത്രം. പക്ഷെ നീ കേട്ടിട്ടില്ലേ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറച്ചിൽ. കാരണം ഇവളെ പോലെ ഒരു കൊച്ചു പെൺകുട്ടിയെ സറോഗേറ്റ് മദറാക്കാൻ നിയമം അനുവദിക്കില്ല എന്നും നിനക്ക് നന്നായിട്ടറിയാം. കാശുകൊണ്ട് എന്ത് നേടിയെടുക്കുക എന്ന അഹന്തയിലാണ് മകളെ പോലെ കാണേണ്ട ഇവളുടെ ഭാവി തകർത്തുകൊണ്ട് കുറെ കാശ് കൊടുത്ത് നിങ്ങൾ ഇവളെ ട്രാപ്പിലാക്കിയത്. ഇവൾ എന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്, റബേക്കയുടെ ബെസ്റ്റ് ഫ്രണ്ടും. ഇവളെ ചീറ്റ് ചെയ്യാൻ നീ ശ്രമിച്ചെങ്കിൽ എന്റെ മോളെ നാളെ നീ ചീറ്റ് ചെയ്യുമെന്ന് ഉറപ്പാ. മറ്റുള്ളവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടാണെങ്കിലും സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യണമെന്നുള്ളത് പണ്ടേയുള്ള നിന്റെ സ്വഭാവം. യെസ്, അത് തന്നെയാണ് എന്റെ സ്വഭാവം. അത് നിനക്ക് ഇപ്പൊ മനസ്സിലായതല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആരുടെ സന്തോഷം കവർന്നെടുത്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. ആരുടെയും അനുവാദമില്ലാതെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഒന്നിനും ഇവളെ സമ്മതിപ്പിച്ചിട്ടില്ല. ഇവളോട് നേരിട്ട് ചോദിക്കാൻ നിനക്ക്. ഇവളുടെ കുടുംബം വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടപ്പോ 1 2 അല്ല 1 കോടി രൂപ ഞാൻ ഇവളുടെ മുന്നിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. അതിന് പകരമാണ് തിരിച്ചൊരു സഹായം ഞാൻ ആവശ്യപ്പെട്ടതും.
അതും സമ്മതമാണെങ്കിൽ മാത്രം കരാർ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് വന്ന് കരാറിൽ ഒപ്പിട്ടത്. കാശ് വാങ്ങി പോയതും. അത് ഞങ്ങൾ ഇവള് വല്ലാതെ നാലാമതൊരാൾ അറിയരുതെന്നായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. അതിവള് തെറ്റിച്ചു. അതെ, ഞാനിതറിഞ്ഞാൽ ഈ ഡീൽ അനുവദിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു നിബന്ധന നീ വെച്ചത്. ഇവളൊരു ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച ഏട്ടനെ ജയിലിൽ നിറക്കാൻ മറ്റൊന്നും ചിന്തിക്കാതെ നീ പറഞ്ഞതൊക്കെ ഇവള് സമ്മതിക്കായിരുന്നു. ഇവളുടെ പ്രതിസന്ധിയെ നീ ചൂഷണം ചെയ്തു. സോറി, നീ ആ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഇട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. ചിന്തിക്കാനും തീരുമാനം എടുക്കാനും പ്രായവും വിദ്യാഭ്യാസവും ഉള്ള മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. പക്ഷേ ഇവളിപ്പോ സ്വന്തം കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോ നിന്നെയും കൂട്ടി വന്ന് എന്നെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൊടും ചതിപ്രയോഗം, അത്ര തന്നെ. കാശ് വാങ്ങുമ്പോൾ സത്യമായിട്ടും ഞാനൊന്നും ചിന്തിച്ചില്ല മാഡം. ഞാൻ എല്ലാ സംശയങ്ങളും ചോദിക്കുന്ന ഈ ഡോക്ടറമ്മ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് എനിക്കൊന്നും കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഡോക്ടറമ്മ പറഞ്ഞ നിയമമൊക്കെ അറിഞ്ഞപ്പോ ഞാൻ ആ കാശ് തിരിച്ചു തരാൻ റെഡിയാണ്. ശരി, എങ്കിൽ 1 കോടി രൂപ എന്റെ മുന്നിൽ വെക്ക്. എന്നിട്ട് മതി സംസാരം. അയ്യോ, ഇപ്പൊ എന്റെ കയ്യിലില്ലത്. പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മാഡത്തിന്റെ കാശ് ഞാൻ തന്നു തീർക്കും. വാക്കാത്. അതിന് നീ വേറെ ആളിനെ നോക്കണം. ഈ മഹേശ്വരി കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങുകയും ചെയ്യും. അതിനുള്ള വഴിയൊക്കെ മഹേശ്വരിക്കറിയാം. വെറുതെ വിരട്ടല്ലേ മഹേശ്വരി. നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഇവള് നിനക്ക് ഒപ്പിട്ട് തന്ന ആ കരാർ നിലനിൽക്കില്ല. 25 വയസ്സ് പോലും തികയാത്ത ഇവളെ സറോഗേറ്റ് മദറാക്കാൻ ശ്രമിക്കുന്ന നീ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. നീയും ശിവനും ജയിലിൽ പോയാ പിന്നെ പുറം ലോകം കാണില്ല എന്നർത്ഥം. ഒരു കുഞ്ഞെങ്കിലും ഉള്ള യുവതിക്ക് സറോഗേറ്റ് മദറാകാൻ പറ്റൂ. മാത്രമല്ല, സറോഗേറ്റ് മദറിന് മിനിമം 25 വയസ്സെങ്കിലും തികയണം. വീണ്ടും പറയുകയാണെങ്കിൽ, നീ വെറുതെ നിയമം പറഞ്ഞ് മഹേശ്വരി പേടിപ്പിക്കണ്ട. ഞാൻ ഇവൾക്ക് കാശ് കൊടുത്തെങ്കിൽ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവൾ പ്രസവിക്കും. അതുറപ്പാണ്. നോ, അതുറപ്പല്ല. ഇവിടെ ഇതാ ഞാൻ പറയുന്നു, ഇവള് നിന്റെ മകന്റെ കുഞ്ഞിനെ പ്രസവിക്കില്ല. അന്നേ, അതെ, മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ അന്ന കുര്യൻ തന്നെയാ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇവളുടെ കൂടെ ഞാനുണ്ടാവും. നിനക്ക് നിയമത്തിന്റെ ഒരു പിന്തുണയും കിട്ടില്ല മഹേശ്വരി. മറിച്ച് നീ കൂടുതൽ കളിച്ചാൽ പിന്നെ നമ്മൾക്കിടയിലെ സൗഹൃദം പോലും ഞാൻ മറക്കും. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. ഉത്തരവാദിത്തമുള്ള ഒരു മുതിർന്ന പൗരന്റെ മുന്നറിയിപ്പ്. ശിവനോടുകൂടെ പറഞ്ഞേക്ക്. ഞങ്ങൾ ഇറങ്ങുന്നു. വിസ്മയ, നീ വാ. ഭഗവാനെ, അകത്ത് അവന്റെ അവസ്ഥ എന്താണെന്ന് ഒരു ഊഹവും കിട്ടുന്നില്ലല്ലോ. അല്ല, അമ്മ ഇന്നലെ രാത്രി ഡോക്ടറെ കണ്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ ഡോക്ടർ ഉള്ളിലുണ്ട്. പുറത്തോട്ട് വരുമ്പോ ചോദിക്കാം നമുക്ക്. ഞാൻ അമ്പലത്തിൽ പോയി. ഇനി പ്രാർത്ഥിക്കാൻ ഒരു വസ്തുവില്ല. വഴിപാടും നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഗുണപ്പെട്ടാ മതിയായിരുന്നു. വിസ്മയ എവിടെ? ആളില്ല ഇവിടെ. അവൾ ഇപ്പൊ വരും ഡോക്ടർ. വിനേട്ടന് എങ്ങനെയുണ്ട് ഡോക്ടർ? ബെറ്റർ ആയിട്ടുണ്ട്. ബോഡി മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. ആളെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിക്കാം. പക്ഷെ തലക്കേറ്റ ക്ഷതം ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ട്രീറ്റ്മെന്റ് തുടരുന്ന മുറയ്ക്ക് പറയാൻ പറ്റൂ. എന്തായാലും ഒരു ആപത്ഘട്ടത്തെ വിനയചന്ദ്രൻ അതിജീവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാം.
ആ വിസ്മയ വരുമ്പോ എന്നെ ഒന്നൊന്ന് കാണാൻ പറയും. ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് ആളിനെ കാണാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. വിനയചന്ദ്രന് ബോധം വന്നിട്ടൊന്നുമില്ല. വളരെ എമോഷണലായി ശരീരത്തിൽ കയറി പിടിച്ചൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. മുത്തശ്ശ, ഞാനൊന്ന് കയറി കണ്ടോട്ടെ. ഞാനൊന്ന് കയറി കാണട്ടെ എന്റെ മോനെ, നിനക്ക് പിന്നെ കാണാം. സുമംഗലേ, ആദ്യം രോഹിണി കയറി കാണട്ടെ. നമുക്ക് ഓരോരുത്തർക്കായി ഡോക്ടറുടെ അനുവാദം വാങ്ങി ഇനിയും കാണാലോ. നീ ചെന്ന് കാണാൻ നോക്കുമോളെ.